നമസ്കാരം. പിന്നെ മിയാമിലെ അതിഥികൾ മലപ്പുറം ഡയറ്റിൽ നിന്നാണ് ബാബു മാഷും അതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മിയാമി അതുപോലെ തന്നെ കടലുണ്ടി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു അനുഭവം നമുക്കൊന്ന് പങ്കുവെക്കാം. മാഷ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഉള്ള ഈ സമയം ചെലവഴിച്ചിരുന്നത്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നത്. പ്രതീക്ഷ അസ്ഥാനത്തായിട്ടില്ല. നല്ല സ്വീകരണം, നല്ല ഭക്ഷണം, നല്ല ബോട്ടിംഗ്, കാലാവസ്ഥ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വളരെ കുറഞ്ഞ ചിലവിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലമായിട്ടാണ് മിയാമി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എല്ലാ ആശംസകളും. ഇന്നത്തെ പരിപാടിക്ക് ബഷീർ മാഷക്ക് എന്തോ ഒരു ആദരവുണ്ടായിരുന്നു, അതൊന്ന് പറയാമോ സർ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നിവിടെ പ്രോഗ്രാം വെച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഞങ്ങളുടെ സഹപ്രവർത്തകർ രണ്ടുപേര്, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീറും ശ്രീ ഭൂതൻ മാഷും സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ ഏപ്രിൽ 30-നും മെയ് 31-നുമാണ്. അപ്പോൾ രണ്ടുപേരുടെയും യാത്രയോടനുബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഫാക്കൽറ്റി അംഗങ്ങൾ ഇന്നിവിടെ ഒന്നിച്ചു പോയിരിക്കുന്നത്. ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ 2 വാക്കുകളും സാർ പറഞ്ഞോളൂ. പരിചയപ്പെടാം സാർ. ഞാൻ ഡയറക്ടർ പ്രിൻസിപ്പലാണ് സലീമുദ്ദീൻ. ഞാൻ ഇത് 2ാം തവണയാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം മെയ് 31-ന് റിട്ടയർ ചെയ്തിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഗോപകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒത്തുകൂടിയിരുന്നു. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു തവണ കൂടി എനിക്കിവിടെ വരാൻ സാധിച്ചു. ഈ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ നല്ല ഓർമ്മ പോലെ തന്നെ ഈ വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഒരു ദിവസം കൂടെ താമസിച്ചിട്ട് ഒരു നൈറ്റും ഡേയും കൂടി ഉൾപ്പെടുന്ന ഫുൾ പാക്കേജ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾ വീണ്ടും ഒരു തവണയും കൂടി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം. ഇന്നത്തെ ഒരു അനുഭവത്തിൽ ടീച്ചർ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഒന്ന് പറഞ്ഞുവിടാം. ടീച്ചർ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത്. മിയാമി ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണം, യാത്രയും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ സന്തോഷകരമായ കുറേ അനുഭവങ്ങളും നിമിഷങ്ങളും ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു. എല്ലാവിധ ആശംസകളും. പക്ഷേ നമസ്കാരം. ആദരവേറ്റുമായി ബഷീർ മാഷ നിലമ്പൂരിൽ നിന്നാണ് പൂക്കോടുംപാട്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഒരു നല്ല ആദരവ് ആണ് എനിക്കും മൂന്നാം വർഷം കിട്ടിയത്. ഞങ്ങളുടെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ഡയറ്റിലെ സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഒരുക്കിയ ഈ ഒരു സ്നേഹവിരുന്ന്, ഈ സ്നേഹാദരം എന്നും ജീവിതത്തിൽ ഓർമ്മിക്കാൻ തക്കതായ ഒന്നാണ്. പ്രത്യേകിച്ചും ഈ വെന്യൂ മിയാമിയിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം, നല്ല ഭക്ഷണം, നല്ല ബോട്ടിംഗ്, നല്ല സ്വീകരണം, നല്ല സർവീസ്. ഏതായാലും ഞാൻ 16 വർഷമായി ഡയറ്റിൽ സ്കൂളിലും ഒക്കെ വർക്ക് ചെയ്ത് 27 വർഷത്തെ സർവീസിൻ്റെ കാലയളവിൽ വളരെ കുറച്ച് ആണ് ഇങ്ങനെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു വർഷത്തെ ഈ റിട്ടയർമെൻറ്റ് യാത്ര ഞാൻ ഇത്ര പ്രതീക്ഷിച്ചതല്ല ഇത്രയും നന്നാവുമെന്ന്. ഏതായാലും പ്രതീക്ഷക്കപ്പുറത്തുള്ള നല്ല തരത്തിലുള്ള സംഘാടനമാണ് ഡയറക്ടർ പ്രിൻസിപ്പളും. മാഷക്ക് മിയാമിയുടെ സ്പെഷ്യൽ താങ്ക്സ് കൂടെ അറിയിക്കുകയാണ്. മാഷ് വിടുന്നതിന് മുന്നേ തന്നെ ഫാക്കൽറ്റീസും സീനിയർ ലെക്ചേഴ്സ് എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കും. മാഷക്ക് മിയാമിയുടെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. മാഷ് ഇവിടുന്ന് വിടുന്നതിന് മുന്നേ തന്നെ ഫാമിലിയായിട്ട് ഇവിടെ വരാനുള്ള റൂമുകളൊക്കെ നോക്കി, അതോടൊപ്പം തന്നെ നമ്മളെ ഗൂഗിൾ റിവ്യൂവിൽ ഫുൾ മാർക്ക് എല്ലാത്തിനും കൊടുത്തിട്ടാണ് മാഷ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ടീച്ചർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം അതിമനോഹരമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ വളരെ നല്ല അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു. നല്ല ഭക്ഷണം, നല്ല സജ്ജീകരണങ്ങൾ, അതുപോലെ യാത്ര, വളരെ ഈ മണിക്കൂറുകൾ വളരെ വിസ്മരണീയമാണ്. വളരെ മനോഹരമായ അന്തരീക്ഷം, അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മിയാമിയുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും ഈ നൽകിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും. ടീച്ചർ എന്ന് പറഞ്ഞപ്പെടോ? ഞങ്ങൾ ഈ മിയാമിയിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ 2 പ്രിയപ്പെട്ട അധ്യാപകരുടെ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ ഭക്ഷണവും സ്വീകരണവും അതുപോലെ യാത്രയും ബോട്ടിങ്ങും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഇങ്ങോട്ട് വരാനും ഇവിടെ സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. നല്ല യാത്ര, നല്ല ഭക്ഷണം, എല്ലാം നല്ലത്.
സന്തോഷം. ഞങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ 2 സീനിയർ ലെക്ചർമാരായിട്ടുള്ള മുഹമ്മദ് സാറും ഡോക്ടർ മുഹമ്മദ് ബഷീർ സാറിൻ്റെയും റിട്ടയർമെൻറ്റോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ കണ്ടൽ കാടുകൾ അത് സംരക്ഷിക്കുന്നതും അതിനനുയോജ്യമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സ്ഥാപനം മാറി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ അടുത്തുള്ള പ്രദേശമായിട്ട് ഞങ്ങൾക്ക് ഈ സമയത്താണ് ഇങ്ങനെ വരാൻ പറ്റിയത്. അത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ലോകത്തിലുള്ള കണ്ടൽക്കാടുകളുടെ വൈവിധ്യങ്ങളിൽ 20% വൈവിധ്യം നമ്മുടെ കടലുണ്ടി പ്രദേശത്തുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപകരുടെ യാത്രയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് സെക്രട്ടറി നേതൃത്വത്തിലും പ്രിൻസിപ്പൽ നേതൃത്വത്തിലൊക്കെ ഞങ്ങളുടെ ഒത്തുചേർന്നത്. മനോഹരമായൊരു ദിവസം പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഭക്ഷണം നന്നായി കഴിച്ചും ബോട്ടിൽ യാത്ര ചെയ്തൊക്കെ ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാവിധ ഭാഗങ്ങളും പിരിഞ്ഞു പോകുന്ന 2 അധ്യാപകർക്കും വിജയത്തിൻ്റെ അടിത്തട്ടിൽ നേർന്നുകൊണ്ട് തൽക്കാലം കടലുണ്ടിയെ പറ്റി പറയുമ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കണ്ടൽ സംരക്ഷണ കേന്ദ്രമാണ്. വേൾഡിൽ അറിയപ്പെടുന്ന 47 ടൈപ്പ് ഓഫ് മാംഗ്രോവ്സ് ആണ് അറിയപ്പെടുന്നത്. അതിൽ 8 മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരെണ്ണം ഈ കാണുന്ന ഒട്ട മുന്നിൽ കാണുന്ന അബീസീനിയ അല്ലെങ്കിൽ ഉപ്പൂത്തി എന്നാണ് എൻ്റെ പേര്. ഇത് ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് ഇവിടെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ യാത്രയുടെ മധ്യേ കണ്ട മറ്റ് സൊനാരട്ട ആൽബ എന്ന് പറയുന്ന നക്ഷത്രക്കണ്ടൽ, അതുപോലെ തന്നെ റൈസോഫോറ മോക്രോണ്ട എന്ന് പറയുന്ന ഭ്രാന്തൽ കണ്ടൽ, ഇങ്ങനെ 8ഓളം വർഗ്ഗങ്ങൾ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത്. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ദ്വീപ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ആവാസ വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തുന്നതിനൊക്കെ അഭൂതപൂർവമായ കഴിവുള്ള സസ്യങ്ങളാണ്. കേരളത്തിലെ വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് ബേർഡ് സാങ്ച്വറി. 256 ടൈപ്പ് ഓഫ് മൈഗ്രേറ്റീവ് ബേർഡ്സ് എല്ലാ വർഷവും ദേശാടന പക്ഷികൾ ഇവിടെ വരാറുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ച് ഒക്ടോബർ മാസം വരെ വരാൻ തുടങ്ങി മാർച്ച് മാസത്തോടുകൂടി ഇവിടെ ചൂട് തുടങ്ങുന്നതോടുകൂടി തിരിച്ച് അവരുടെ ദേശത്തേക്ക് പോകാറുണ്ട്. കൂടാതെ കടലുണ്ടി പുഴ സംഗമിക്കുന്നതിന് തൊട്ടടുത്ത് അഴിമുഖവും ദ്വീപുകളൊക്കെ ചുറ്റിയുള്ള ഒരു യാത്രയാണ്. പിന്നെ ഡയറ്റ് നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിന് വാർത്തെടുക്കുന്നതിനുള്ള മുഖ്യമായ പങ്കുവഹിക്കുന്ന അധ്യാപകരാണ്. മിയാമിയിൽ നിന്ന് ചെലവഴിച്ച് പോകുന്നത് വളരെ സന്തോഷത്തോടെ നടത്തുന്നത് വളരെ സന്തോഷം. നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്ന് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അവരാണ് എല്ലാവരും. കടലുണ്ടിയിലെ ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ദിവസത്തെ ഒരു പരിപാടിയായിട്ട് വന്നതാണ്. അപ്പം നമുക്കൊരു അനുഭവം ഒന്ന് അറിയാം. അശ്വിൻ സാറാണ് ബുക്ക് ചെയ്ത്. സാറ് നേരത്തെ ഇവിടെ പരിചയമുണ്ട്. അപ്പം ഇന്നത്തെ ഒരു അനുഭവം എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നതാണല്ലോ. സാർ നമസ്കാരം. ഒരു അനുഭവം പറയാമോ സാർ ഇന്നത്തെ? ഒന്ന് പരിചയപ്പെടാമോ സാർ? ഞാൻ വയനാട്ടിൽ നിന്നാണ്. പക്ഷേ കാലിക്കറ്റിനെ സംബന്ധിച്ചോളം ഇത്രയും നല്ലൊരു പ്ലേസും അതുപോലെ തന്നെ
ബോട്ടിങ് നമുക്കൊരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു ഔട്ടിങ് തന്നെയായിരുന്നു. എന്താ നാച്ചുറൽ ആയിട്ടുള്ള തോണി അതുപോലെ കണ്ടൽക്കാട് ആ സംഭവമൊക്കെ വളരെ നൈസായിരുന്നു. വെരി നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തരാനുള്ളത്. അതുപോലെ ഫുഡ് എക്സ്പെഷ്യലി നിങ്ങളുടെ സർവീസ് എല്ലാം എവറിത്തിങ് റിയൽ ലൈഫ്. രുചി സാർ നമസ്കാരം. സൂപ്പർ. പറഞ്ഞോളൂ മാഡം. നല്ലായിരുന്നു. കണ്ടൽക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ അതിനകത്ത് തോണിയിൽ ഇരുന്ന ഓരോ സെക്കൻഡും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വെച്ചാൽ എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി പ്ലേസ് ആണ്. ഫുഡ് ഹോംലി ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡാണ്. എന്താ പറയുക, ഇവിടെ സർവീസ് ആയി കഴിഞ്ഞാലും എല്ലാം അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. സാർ നമസ്കാരം. ഒന്ന് പരിചയപ്പെടാം സാർ. ഞങ്ങൾ എന്തായാലും ഒന്നും കൂടി ഇവിടെ വരും. ഭക്ഷണവും രാവിലത്തെ തോണിയിലെ യാത്രയും രണ്ടും മറക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് അത് നാച്ചുറലായിട്ട് ആ കണ്ടൽക്കാടുകളുടെ ഇത്ര ഇൻ ഡീപ്പായിട്ട് പോയൊരു അനുഭവം, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു എല്ലാവർക്കും. മിയാമി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുനിന്ന്, വയനാടും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഇന്ന് പോവാണ്, തിരിച്ച് കടലുണ്ടി ഇക്കോട്ട്. ബാങ്കിന്റെ പ്രൂഡൻഷ്യൽ എന്ന് പറഞ്ഞു. നമസ്കാരം. പിന്നെ മിയാമിലെ അതിഥികൾ മലപ്പുറം ഡയറ്റിൽ നിന്നാണ്, ബാബു മാഷും അതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മിയാമി അതുപോലെ തന്നെ കടലുണ്ടി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു അനുഭവം നമുക്കൊന്ന് പങ്കുവെക്കാം. മാഷ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഉള്ള ഈ സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നത്. പ്രതീക്ഷ അസ്ഥാനത്തായിട്ടില്ല. നല്ല സ്വീകരണം, നല്ല ഭക്ഷണം, നല്ല ബോട്ടിംഗ്, കാലാവസ്ഥ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വളരെ കുറഞ്ഞ ചിലവിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലമായിട്ടാണ് മിയാമി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എല്ലാ ആശംസകളും. ഇന്നത്തെ പരിപാടിയിൽ ബഷീർ മാഷിക്ക് എന്തോ ഒരു ആദരവുണ്ടായിരുന്നു, അതൊന്ന് പറയാമോ സർ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നിവിടെ പ്രോഗ്രാം വെച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഞങ്ങളുടെ സ്ഥാപനത്തിലെ രണ്ടുപേര്, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീറും ശ്രീ ഭൂതൻ മാഷും സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ ഏപ്രിൽ 30-നും മെയ് 30-നുമാണ്. അപ്പോൾ രണ്ടുപേരുടെ യാത്രയെക്കുറിച്ച് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഫാക്കൽറ്റി അംഗങ്ങൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയത്. ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ 2 വാക്കുകളും സാർ പറഞ്ഞോളൂ. സാർ പരിചയപ്പെടാം സാർ. ഞാൻ ഡയറക്ടർ പ്രിൻസിപ്പലാണ് സലീമുദ്ദീൻ. ഞാൻ ഇത് രണ്ടാം തവണയാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം മെയ് 31-ന് റിട്ടയർ ചെയ്തിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഗോപകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒത്തുകൂടിയിരുന്നു. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു തവണ കൂടി എനിക്കിവിടെ വരാൻ സാധിച്ചു. ഈ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ നല്ല ഓർമ്മ പോലെ തന്നെ ഈ വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഒരു ദിവസം കൂടെ താമസിച്ചിട്ട് ഒരു നൈറ്റും ഡേയും കൂടി ഉൾപ്പെടുന്ന ഫുൾ പാക്കേജ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾ വീണ്ടും ഒരു തവണയും കൂടി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം. ഇന്നത്തെ ഒരു അനുഭവത്തിൽ ടീച്ചർ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഒന്ന് പറയപ്പെടാം. ടീച്ചർ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത്. മിയാമി ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണം, യാത്രയും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ സന്തോഷകരമായ കുറേ അനുഭവങ്ങളും നിമിഷങ്ങളും ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു. എല്ലാവിധ ആശംസകളും. മാഷേ നമസ്കാരം. ഞാനല്ല പറയുന്നത്, ബഷീർ മാഷ് ആദരവേറ്റുമായി ബഷീർ മാഷ് നിലമ്പൂരിൽ നിന്നാണ് പൂക്കോടുംപാട്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഒരു നല്ല ആദരവ് ആണ് എനിക്കും മൂന്നാം വർഷം കിട്ടിയത്. ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് മലപ്പുറം ഡയറ്റിലെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ഒരുക്കിയ ഈ ഒരു സ്നേഹവിരുന്ന്, ഈ സ്നേഹാദരം എന്നും ജീവിതത്തിൽ ഓർമ്മിക്കാൻ തക്കതായ ഒന്നാണ്. പ്രത്യേകിച്ചും ഈ വെന്യൂ, മിയാമിയിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം, നല്ല ഭക്ഷണം, നല്ല ബോട്ടിംഗ്, നല്ല സ്വീകരണം, നല്ല സർവീസ്. ഏതായാലും ഞാൻ 16 വർഷമായി ഡയറ്റിൽ സ്കൂളിലും ഒക്കെ വർക്ക് ചെയ്ത് 27 വർഷത്തെ സർവീസിന്റെ കാലയളവിൽ വളരെ കുറച്ച് ആണ് ഇങ്ങനെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു വർഷത്തെ ഈ റിട്ടയർമെന്റ് യാത്ര ഞാൻ ഇത്ര പ്രതീക്ഷിച്ചതല്ല ഇത്രയും നന്നാവുമെന്ന്.
ഏതായാലും പ്രതീക്ഷക്കപ്പുറത്തുള്ള നല്ല തരത്തിലുള്ള സംഘാടനമാണ്. ഡയറക്ടർ പ്രിൻസിപ്പളും മാഷക്ക് മിയാമിയുടെ സ്പെഷ്യൽ താങ്ക്സ് കൂടെ അറിയിക്കുകയാണ്. മാഷ് വിടുന്നതിന് മുന്നേ തന്നെ ഫാക്കൽറ്റീസും സീനിയർ ലെക്ചേഴ്സ് എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കും. മാഷക്ക് മിയാമിയുടെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. മാഷ് ഇവിടുന്ന് വിടുന്നതിന് മുന്നേ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ വരാനുള്ള റൂമുകളൊക്കെ നോക്കി, അതോടൊപ്പം തന്നെ നമ്മളെ ഗൂഗിൾ റിവ്യൂവിൽ ഫുൾ മാർക്ക് എല്ലാത്തിലും കൊടുത്തിട്ടാണ് മാഷ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ടീച്ചറെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം അതിമനോഹരമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ വളരെ നല്ല അന്തരീക്ഷത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞു. എല്ലാ ഭക്ഷണം, നല്ല സജ്ജീകരണങ്ങൾ, അതുപോലെ യാത്ര വളരെ ഈ മണിക്കൂറുകൾ വളരെ വിസ്മരണീയമാണ്. വളരെ മനോഹരമായ അന്തരീക്ഷം, അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മിയാമിയുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും ഈ നൽകിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും. ടീച്ചർ ഒന്ന് പരിചയപ്പെടോ? ഞങ്ങൾ ഈ മിയാമിയിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ 2 പ്രിയപ്പെട്ട അധ്യാപകരുടെ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ ഭക്ഷണവും സ്വീകരണവും അതുപോലെ യാത്രയും ബോട്ടിങ്ങും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഇങ്ങോട്ട് വരാനും ഇവിടെ സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. ടീച്ചറിനോട് പറഞ്ഞോളൂ. നല്ല യാത്ര, നല്ല ഭക്ഷണം, എല്ലാം നല്ലത്. സന്തോഷം. ഞങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ 2 സീനിയർ ലെക്ചർമാരായിട്ടുള്ള മുഹമ്മദ് സാറും ഡോക്ടർ മുഹമ്മദ് ബഷീർ സാറിൻ്റെയും റിട്ടയർമെൻറ്റോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ കണ്ടൽ കാടുകൾ അത് സംരക്ഷിക്കുന്നതും അതിനനുയോജ്യമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സ്ഥാപനം മാറി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ അടുത്തുള്ള പ്രദേശമായിട്ട് ഞങ്ങൾക്ക് ഈ സമയത്താണ് ഇങ്ങനെ വരാൻ പറ്റിയത്. അത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ലോകത്തിലുള്ള കണ്ടൽക്കാടുകളുടെ വൈവിധ്യങ്ങളിൽ 20% വൈവിധ്യം നമ്മുടെ കടലുണ്ടി പ്രദേശത്തുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപകരുടെ യാത്രയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് സെക്രട്ടറി നേതൃത്വത്തിലും പ്രിൻസിപ്പൽ നേതൃത്വത്തിലൊക്കെ ഞങ്ങളുടെ ഒത്തുചേർന്നത്. മനോഹരമായൊരു ദിവസം പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഭക്ഷണം നന്നായി കഴിച്ചും ബോട്ടിൽ യാത്ര ചെയ്തൊക്കെ ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാവിധ ഭാഗങ്ങളും പിരിഞ്ഞു പോകുന്ന 2 അധ്യാപകർക്കും ഹൃദയത്തിൻ്റെ അടുക്കൽ നേർന്നുകൊണ്ട് തൽക്കാലം കടലുണ്ടിയെ പറ്റി പറയുമ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കണ്ടൽ സംരക്ഷണ കേന്ദ്രമാണ്. വേൾഡിൽ അറിയപ്പെടുന്ന 47 ടൈപ്പ് ഓഫ് മാംഗ്രോവ്സ് ആണ് അറിയപ്പെടുന്നത്. അതിൽ 8 മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരെണ്ണം ഈ കാണുന്ന ഒറ്റ മുന്നിൽ കാണുന്ന അവീസീന അല്ലെങ്കിൽ ഉപ്പൂത്തി എന്നാണ് എൻ്റെ പേര്. ഇത് ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് ഇവിടെയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ യാത്രയുടെ മധ്യേ കണ്ട മറ്റ് സൊനാരട്ട ആൽബ എന്ന് പറയുന്ന നക്ഷത്രക്കണ്ടൽ, അതുപോലെ തന്നെ റൈസോഫോറ മോക്രോണ്ട എന്ന് പറയുന്ന ഭ്രാന്തൽ കണ്ടൽ, ഇങ്ങനെ 8ഓളം വർഗ്ഗങ്ങൾ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത്. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ദ്വീപ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ആവാസ വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തുന്നതിനൊക്കെ അഭൂതപൂർവമായ കഴിവുള്ള സസ്യങ്ങളാണ്. കേരളത്തിലെ വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് ബേർഡ് സാങ്ച്വറി. 256 ടൈപ്പ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാ വർഷവും ദേശാടന പക്ഷികൾ ഇവിടെ വരാറുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ച് ഒക്ടോബർ മാസം വരെ വരാൻ തുടങ്ങി. മാർച്ച് മാസത്തോടുകൂടി ഇവിടെ ചൂട് തുടങ്ങുന്നതോടുകൂടി തിരിച്ച് അവരുടെ ദേശത്തേക്ക് പോകാറുണ്ട്. കൂടാതെ കടലുണ്ടി പുഴ സംഗമിക്കുന്നതിന് തൊട്ടടുത്ത് അഴിമുഖവും ദ്വീപുകളൊക്കെ ചുറ്റിയുള്ള ഒരു യാത്രയാണ്. പിന്നെ ഡയറ്റ് നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിന് വാർത്തെടുക്കുന്നതിനുള്ള മുഖ്യമായ പങ്കുവഹിക്കുന്ന അധ്യാപകരാണ്. മിയാമിയിൽ നിന്ന് ചെലവഴിച്ച് പോകുന്നത് വളരെ സന്തോഷത്തോടെ നടത്തുന്നത് വളരെ സന്തോഷം. തങ്കച്ചിട്ട് നിന്നെ തേങ്ങ ചുമി
ബാങ്കിന്റെ നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്ന് വന്ന് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അവരാണ് എല്ലാവരും. കടലുണ്ടിയിലെ ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ദിവസത്തെ ഒരു പരിപാടിയായിട്ട് വന്നതാണ്. അപ്പം നമുക്കൊരു അനുഭവം ഒന്ന് അറിയാം. അശ്വിൻ സാറാണ് ബുക്ക് ചെയ്ത്. സാറ് നേരത്തെ ഇവിടെ പരിചയമുണ്ട്. അപ്പം ഇന്നത്തെ ഒരു അനുഭവം എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നതാണല്ലോ. സാർ നമസ്കാരം. ഒരു അനുഭവം പറയാമോ സാർ ഇന്നത്തെ? ഒന്ന് പരിചയപ്പെടാമോ സാർ? ഞാൻ വയനാട്ടിൽ നിന്നാണ്. പക്ഷേ പിന്നെ കാലിക്കറ്റിനെ സംബന്ധിച്ചോളം ഇത്രയും നല്ലൊരു പ്ലേസും അതുപോലെ തന്നെ ബോട്ടിങ് നമുക്കൊരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു ഔട്ടിങ് തന്നെയായിരുന്നു. എന്താ നാച്ചുറലായിട്ടുള്ള തോണി അതുപോലെ കണ്ടൽക്കാട് ആ സംഭവമൊക്കെ വളരെ നൈസായിരുന്നു. വരേക്കും നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തരാനുള്ളത്. അതുപോലെ ഫുഡ്, എക്സ്പെഷ്യലി നിങ്ങളുടെ സർവീസ് എല്ലാം എവറിത്തിങ് വി ആർ ലൈക്ക്. റിജു സാർ നമസ്കാരം. സൂപ്പർ. പറഞ്ഞോളൂ മാഡം. നല്ലായിരുന്നു. കണ്ടൽക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ അതിനകത്ത് തോണിയിൽ ഇരുന്ന ഓരോ സെക്കൻഡും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വെച്ചാൽ എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി പ്ലേസ് ആണ്. ഫുഡ് ഹോംലി ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡാണ്. എന്താ പറയുക, ഇവിടെ സർവീസ് ആയി കഴിഞ്ഞാലും എല്ലാം അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. സാർ നമസ്കാരം. ഒന്ന് പരിചയപ്പെടാം സാർ. ഞങ്ങൾ എന്തായാലും ഒന്നും കൂടി ഇവിടെ വരും. ഭക്ഷണവും രാവിലത്തെ തോണിയിലെ യാത്രയും രണ്ടും മറക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് അത് നാച്ചുറലായിട്ട് ആ കണ്ടൽക്കാടുകളുടെ ഇത്രയും ഇൻ ഡീപ്പായിട്ട് പോയൊരു അനുഭവം, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന്, വയനാടും ഉണ്ട്. അപ്പോൾ ഇന്ന് പോവാണ്. തിരിച്ച് കടലുണ്ടി ഇക്കോട്ട്